ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക വൈകും. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരില്ല. മനോഹർ പരീക്കറിന്റെ മരണത്തെ തുടർന്നാണ് യോഗം മാറ്റിവെച്ചത്. കെ. സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പത്തനംതിട്ടയിൽ പി. ശ്രീധരൻപിള്ളയുടെ പേരിനാണ് മുൻതൂക്കം. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥിയായേക്കും. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഈ സ്വാഭാവികമാണ്, അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് യോഗങ്ങൾ മാറ്റിവെക്കേണ്ടതായി വരും. ഇനിയിപ്പോൾ എപ്പോഴാണ് യോഗം ചേരുക? ഈ യോഗം ചേർന്നാൽ ഉടനെ തന്നെ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കാൻ സാധിക്കും വിധത്തിലുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ അവർ? സനീഷ, അത്തരത്തിലൊരു ധാരണയിലേക്ക് ഇപ്പോഴും BJP എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിലനിന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതൃത്വം തുഷാർ വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തേണ്ടത്. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായിരുന്നു ഗോവ മുഖ്യമന്ത്രിയുടെ മരണം സംഭവിച്ചത്. പിന്നീട് ദേശീയ ആസ്ഥാനത്ത് നിന്ന് നേതാക്കളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒഴിവാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സനീഷ് സൂചിപ്പിച്ചതുപോലെ മരണത്തെ തുടർന്ന് BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അടക്കം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഏകദേശ ഒരു ധാരണ സംസ്ഥാന നേതാക്കൾക്കിടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ അത് അന്തിമമായി തീരുമാനിക്കുകയും ചെയ്യും. അതിന്റെ സൂചന കൂടിയാണ് എറണാകുളം മണ്ഡലം BJPക്ക് വിട്ടു നൽകാൻ BDJS തയ്യാറാകുന്നത്. അതായത് തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കുകയാണ് എങ്കിൽ BDJSന്റെ പ്രവർത്തകർ കൂടുതലായി തൃശൂരിൽ കേന്ദ്രീകരിക്കേണ്ടിയും പ്രചാരണം നടത്തുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അടുത്തുള്ള മണ്ഡലമായ എറണാകുളത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. അത് BJPക്ക് നൽകുക, പകരം കോഴിക്കോട് മണ്ഡലം BDJSന് നൽകുക എന്ന ധാരണയിലേക്ക് എത്തിയിരുന്നു. അപ്പോഴും തർക്കങ്ങൾ അവസാനിക്കാത്തത് തൃശൂർ, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നുള്ളതായിരുന്നു കെ. സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട RSS മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. എന്നാൽ പത്തനംതിട്ടയിൽ അഡ്വക്കേറ്റ് P. ശ്രീധരൻപിള്ള സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ, പിന്നീട് തൃശൂർ തുഷാർ വെള്ളാപ്പള്ളിയും മത്സരിക്കുമ്പോൾ കെ. സുരേന്ദ്രന് പറ്റിയ ഒരു ഇടം ഇല്ലാതാകുന്ന സാഹചര്യമുണ്ട്. ഇടയ്ക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കെ. സുരേന്ദ്രൻ മത്സരിച്ചേക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പുറത്തു വന്നുവെങ്കിലും അത് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പത്തനംതിട്ടയിലോ തൃശൂരിലോ അല്ല എങ്കിൽ മത്സരിക്കാനില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് കെ. സുരേന്ദ്രൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ് BJP എന്നതുകൊണ്ട് തന്നെ BJPയുടെ ദേശീയ നേതൃത്വം തന്നെയായിരിക്കും ഈ വിഷയത്തിൽ അന്തിമമായി തീരുമാനം എടുക്കുക. ആ തീരുമാനത്തെ മറികടക്കാൻ സംസ്ഥാന നേതൃത്വത്തിനും സാധിക്കുകയില്ല. RSSന്റെ സമ്മർദ്ദം എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ശബരിമല എന്നത് കേരളത്തിൽ വലിയൊരു വിഷയമായി മാറിയിട്ടുണ്ട് എന്നും അത് BJPക്ക് വലിയ തോതിൽ അനുകൂലമാകുന്ന പശ്ചാത്തലം ഉണ്ടാക്കുമെന്നുമുള്ള പൊതുനിരീക്ഷണമുണ്ട്. അവിടെ BJPയുടെ മുഖമായി മാറിയത് കെ. സുരേന്ദ്രൻ തന്നെയായിരുന്നു. സുരേന്ദ്രനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നത് RSS അനുകൂലിക്കുന്ന ഒന്നല്ല. ആ പ്രതിസന്ധിയാണ് ഇപ്പോൾ BJP നിലനിൽക്കുന്നത്. ഒരു പക്ഷേ ഇന്നലെ ദേശീയ നേതൃത്വവുമായുള്ള അന്തിമ ചർച്ചയിൽ ഇതെല്ലാം പരിഹരിക്കപ്പെടുമായിരുന്നുവെങ്കിലും പെട്ടെന്ന് ഉണ്ടായ മനോഹർ പരീക്കറിന്റെ മരണത്തെ തുടർന്ന് ഈ ചർച്ചകൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. തീർച്ചയായും നാളെ രാവിലെ വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കും. സംസ്ഥാന നേതൃത്വം ഇന്ന് അനൌദ്യോഗികമായ ചർച്ചകൾ തുടരുകയും ചെയ്യും. സനീഷ്, നന്ദി അഭിലാഷ്. വിവരങ്ങൾക്ക്. കെ. സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നു. അക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്താനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. P. ശ്രീധരൻപിള്ളയാണ് പത്തനംതിട്ടയിൽ പ്രധാനമായും BJP സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ചേരില്ല മനോഹർ പരീക്കറിന്റെ മരണത്തെ തുടർന്ന്.